ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിവിടെ ഞാൻ തയ്യാറാക്കി കാണിക്കാൻ പോകുന്ന റെസിപ്പി ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ആലു ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ ഫ്രൈ ആണ്. മസാല ചേർത്തിട്ടുള്ള ഒരു ഫ്രൈ. ഇതിനു വേണ്ടി ഞാൻ ഏകദേശം ഒരു 1/2 കിലോയിലധികം ഒരു 4-5 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വൃത്തിയായി തൊലി കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. അത് ഞാൻ ആദ്യം തന്നെ കുറച്ച് വണ്ണത്തിൽ, നമ്മളിപ്പം ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം ഉണ്ടാക്കുമ്പോൾ നേരിയതായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് തിക്കായിട്ട് തന്നെയാണ് ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു പശ പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്താൽ പ്രത്യേക ഒരു വഴുവഴുപ്പ് പോലെ തോന്നാം. അത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും 2-3 പ്രാവശ്യം അത് വെള്ളത്തിൽ കഴുകിയെടുക്കുന്നു. ഈ ഒരു വണ്ണത്തിലായിരിക്കണം ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഞാൻ ആഡ് ചെയ്യുന്നു. തിളപ്പിച്ച വെള്ളം അതോടുകൂടി, തണുപ്പിക്കാനൊന്നും വെക്കേണ്ട, തിളച്ച വെള്ളം അതോടുകൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സിർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, വിനെഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 10-15 മിനിറ്റോളം നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് ചേർക്കേണ്ട മസാലകളൊന്ന് നമുക്ക് തയ്യാറാക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ചാട്ട് മസാല. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യാം. ഇത് ഉരുളക്കിഴങ്ങിലേക്ക് ഫ്രൈ ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാനുള്ള മസാലയാണ് നമ്മൾ തയ്യാറാക്കി വെക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് അധികം നിങ്ങൾക്ക് ചേർക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമ്മുടെ 10-15 മിനിറ്റോളം ചൂടുവെള്ളത്തിലിട്ട് വെച്ച ഉരുളക്കിഴങ്ങ് നമുക്ക് വെള്ളം ഊറ്റിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു തരം ഉരുളക്കിഴങ്ങ് ഫ്രൈ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. ഈ ഉരുളക്കിഴങ്ങിലുള്ള കഷ്ണങ്ങളിലുള്ള വെള്ളമൊക്കെ നമുക്കൊന്ന് തുടച്ച് മാറ്റിയെടുക്കാം. ഒരു തുണി ഉപയോഗിച്ചുകൊണ്ട് വെള്ളം തുടച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് കഷ്ണത്തിലുള്ള വെള്ളം മൊത്തം തുടച്ചെടുക്കുന്നു. നമുക്ക് ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. വൃത്തിയായി ഓരോ കഷ്ണത്തിലും ഉള്ള വെള്ളം നമ്മൾ തുടച്ചെടുക്കുന്നു. ഇങ്ങനെ ഉരുളക്കിഴങ്ങ് കഷ്ണത്തിലുള്ള വെള്ളമൊക്കെ ഞാൻ തുടച്ചെടുത്തു. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് 2 രീതിയിൽ ഞാൻ 2 ടൈമായിട്ട് പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഫസ്റ്റ് റൗണ്ടിലുള്ള ഫ്രൈ നമുക്ക് തുടങ്ങാം. ഉരുളക്കിഴങ്ങിൻ്റെ പീസ് ഓരോന്നായി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ മീഡിയത്തിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയത്തിലേക്ക് ആക്കിയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഉൾഭാഗം കൂടി വെന്ത് കിട്ടാൻ വേണ്ടി മീഡിയത്തിലേക്ക് സാവധാനം ഫ്രൈ എടുത്താൽ മതി, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. ഇങ്ങനെ ഫസ്റ്റ് റൗണ്ട് ഫ്രൈ ചെയ്തെടുത്താൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം. പക്ഷേ ഞാനിവിടെ 2ാമത്തെ റൗണ്ട് കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ക്രിസ്പി ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് ടൈം ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് എണ്ണ ഒട്ടും കുടിക്കുമൊന്നുമില്ല. അത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തയ്യാറാക്കി നോക്കുമ്പോൾ മനസ്സിലാവും. എണ്ണ കുടിക്കാത്തൊരു സാധനം തന്നെയാണിത്. നമുക്ക് ഫസ്റ്റ് റൗണ്ട് ഫ്രൈ ഇവിടെ തയ്യാറായി കഴിഞ്ഞ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ എല്ലാ കഷ്ണങ്ങളും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മൂടി കൊണ്ട്, ഏതെങ്കിലും പാത്രത്തിൻ്റെ മൂടി ഒന്ന് എടുത്ത് കുറച്ചൊന്ന് അമർത്തി കൊടുക്കാം. ഓരോ പീസും നമുക്ക് ഇതേപോലെ അമർത്തി കുറച്ച് പരത്തി കൊടുക്കാം. ഇനി 2ാമത്തെ റൗണ്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പിയായി കിട്ടാനാണ് ഇങ്ങനെ അമർത്തിയെടുത്തത്. നേരിട്ട് തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട്, എണ്ണ ചൂടാകുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ സെക്കൻഡ് റൗണ്ട് വറുത്തെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ നല്ല ക്രിസ്പിയായി കിട്ടും ഇങ്ങനെ വറുത്തെടുത്താൽ. ഹൈ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ക്രിസ്പിയാണെന്ന്. കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടതാണ്.
അതുപോലെ തന്നെയാണ് ഈ ഒരു സ്പെഷ്യൽ മസാല ചേർത്തിട്ടുള്ള ആലു ഫ്രൈ, പൊട്ടറ്റോ ഫ്രൈ. കണ്ടാൽ തന്നെ തോന്നും നല്ല ക്രിസ്പിയാണ്. ഇനി നമുക്ക് ഒന്ന് മസാല കുറച്ച് എണ്ണ ഒഴിച്ച് അത് തയ്യാറാക്കിയെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ, ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നു. ഇതിലേക്ക് കുറച്ച് വെളുത്ത എള്ള് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്ത എള്ള്, അതുപോലെ തന്നെ കുറച്ച് മുളക്, ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. കുറച്ച് ജീരകം, ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് നെയ്യിലിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അധികം വറുത്തെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല കൂട്ടില്ലേ, നമ്മൾ മസാല മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ ഓൾറെഡി, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇവയെല്ലാം ചേർത്ത്, ചാട്ട് മസാല ഇവയെല്ലാം ചേർത്ത് കൊടുത്ത മിക്സ് നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ, ആലു ഫ്രൈ ചെയ്ത് വെച്ചിരുന്നു, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ സ്റ്റൗ ഓഫാക്കി കഴിഞ്ഞു. ഈ മസാലകളെല്ലാം കഷ്ണങ്ങളിലേക്ക്, ഫ്രൈ ചെയ്ത പൊട്ടറ്റോ കഷ്ണങ്ങളിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇതിന് സോസോ ഒന്നും ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനൊന്നും ആവശ്യമില്ല. ഇത് ഡയറക്റ്റ് തന്നെ കഴിക്കുന്നത് വളരെ സ്വാദിഷ്ടമായിരിക്കും. കണ്ടാൽ തന്നെ മനസ്സിലാവും വളരെ ക്രിസ്പി ആയിട്ടുള്ളതാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികളുടെ ഒരു സ്പെഷ്യൽ തന്നെ ഇതിനെ പറയാം. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.